എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് വിമത വിഭാഗം. വത്തിക്കാൻ പ്രതിനിധിയുമായുള്ള ചർച്ചയിലാണ് ധാരണ. അടച്ചിട്ട സെന്റ് മേരീസ് ബസിലിക്ക ഡിസംബർ 24 തുറക്കും. ക്രിസ്മസ് ദിനത്തിൽ സിനഡ് കുർബാന അർപ്പിക്കും. ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക. ഡാനി പോൾ ചേരുന്നു. ഡാനി, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, കഴിഞ്ഞ 2 വർഷത്തിലേറെ ഇത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ കാര്യങ്ങളെല്ലാം സിറോ മലബാർ സഭയിലെ ഏറ്റവും പ്രബലമായ അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നു. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഏകീകൃത കുർബാനയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് സിനഡ് നിർദ്ദേശിച്ച കുർബാനയ്ക്കെതിരെ ഉണ്ടാവുന്നു. ജനാഭിമുഖ കുർബാന മാത്രമേ ഇവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും പ്രഖ്യാപനം നടത്തുന്നു. സഭയുടെ സ്ഥാനിക ദേവാലയം എന്ന വിളിപ്പേരുള്ള എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അത് അടഞ്ഞു കിടക്കുന്നു. 1 വർഷത്തിലേറെ അടഞ്ഞു കിടക്കുന്നു. ആ പള്ളിക്കകത്ത് തന്നെ വൈദികർ തമ്മിലുണ്ടാവുന്ന വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. അവിടേക്ക് ആർച്ച് ബിഷപ്പിനെ അടക്കം കയറ്റാതിരിക്കാനുള്ള സാഹചര്യം. അവിടെ കുർബാനയെ അർപ്പിക്കുന്നതിന് വേണ്ടി കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പും ആയിരുന്ന ജോർജ് ആലഞ്ചേരിക്ക് അവിടേക്ക് പോലീസ് സന്നാഹത്തോടുകൂടി മാത്രം എത്തുന്ന ഒരവസ്ഥ. അങ്ങനെ സങ്കീർണതകളുടെ അല്ലെങ്കിൽ സംഘർഷങ്ങളുടെ ഒരു വലിയ ദിനങ്ങളെല്ലാമായിരുന്നു സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെല്ലാം കുർബാന ഏകീകരണത്തെ ചൊല്ലി കടന്നുപോയത്. അതിനിപ്പോൾ ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളോ ഒരു വ്യക്തതയിലേക്കോ പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടരുകയായിരുന്നു. വത്തിക്കാൻ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇത് 2ാം തവണയും കൊച്ചിയിലേക്ക് എത്തുകയും ഇത് സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. തുടർച്ചയായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇതനുസരിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്മസ് ദിനത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന ഇവിടെ ഏകീകരിച്ച കുർബാനയെ എതിർക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിവിധ വിഭാഗം തന്നെ അറിയിച്ചതായാണ് വ്യക്തമാക്കുന്നത്. നേരത്തെയും തന്നെയും അവരിത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഏകീകൃത കുർബാന 24-ന് അർപ്പിക്കാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നേരത്തെ വത്തിക്കാൻ പ്രതിനിധി അടക്കം വ്യക്തമാക്കിയിരുന്നത് 24 മുതൽ അങ്ങോട്ട് ഏകീകരിച്ച കുർബാന മാത്രം, സിനഡ് കുർബാന മാത്രമേ പാടുള്ളൂ. സിറോ മലബാർ സഭയുടെ മുഴുവനായ ദേവാലയങ്ങൾ അത് മാത്രമേ പാടുള്ളൂ എന്നൊരു കർശന നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ അത് നൽകിയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. കാരണം അത്തരം കാര്യങ്ങൾ വത്തിക്കാൻ മാർപ്പാപ്പയ്ക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഒരു ഇളവ് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒത്തുതീർപ്പ് ഫോർമുലയാണെങ്കിൽ അതിന് വത്തിക്കാന്റെ അടക്കം അന്തിമമായ അനുമതി വാങ്ങേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ അറിയാൻ കഴിയുന്നത് ക്രിസ്തുമസ് ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഈ കുർബാന അർപ്പിക്കും. പക്ഷേ